ദുഃഖങ്ങളിൽ തിരയേറ്റുവാങ്ങി വേദനിക്കും മനസ്സിനെയും ദുഃഖങ്ങളിൽ തിരയേറ്റുവാങ്ങി വേദനിക്കും മനസ്സിനെയും ചെറുമഴയിൽ ചോർന്നൊലിക്കും നിറകുടമി കണ്ണുകളും. ചെറുമഴയിൽ ചോർന്നൊലിക്കും നിറകുടമി കണ്ണുകളും. ഈ എൻ്റെ ഉള്ളിൽ നിന്നു നീക്കാമോ നാഥ, എനിക്കു നീ തരൂ നിന്റെ ആ സാന്ത്വനം. എനിക്കു നീ തരൂ നിന്റെ ആ സാന്ത്വനം. തിരയും കാറ്റും കോളും മനസ്സിൽ കുടിയേറ്റം, ഞാൻ തുഴയും ചെറുവള്ളത്തിൽ എന്നും യേശുവിൻ സാന്നിധ്യം. നിന്റെ ഭാരം യഹോവയുടെ മേൽ വച്ചാൽ ആ ദൈവം നമ്മളെ പുലർത്താമെന്ന് നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന നല്ല ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് നമ്മുടെ ഭാരം എന്ത് തന്നെ ആയിക്കോട്ടെ, കടഭാരമാണോ, രോഗമാണോ, മറ്റു പ്രയാസങ്ങളാണോ, രോഗത്തെക്കാളും വലുതാണ് പലരുടെയും രോഗത്തിൻ്റെ ഭാരം. നമ്മുടെ രോഗം വളരെ ചെറുതായിരിക്കാം, എന്നാൽ അതിനെക്കുറിച്ച് ഓർത്ത് ആകുലപ്പെട്ട് അതിൻ്റെ ഭാരവുമായിട്ട് പലരും നടക്കുന്നു. എന്നാൽ ദൈവവചനം നമ്മളോട് പറയുന്നു, അധ്വാനിക്കുന്നൊരു ഭാരം ചുമക്കുന്നവരായിട്ടുള്ള എല്ലാവരും കർത്താവിൻ്റെ അടുക്കൽ പോയാൽ ആ കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കും. കാരണം എന്തുവാ, ഈ ദൈവം നമുക്കായി കരുതുന്നതാകയാൽ നമ്മുടെ സകല ചിന്താകുലങ്ങളും ദൈവത്തിൻ്റെ മേൽ ഇട്ടുകൊള്ളുവാനാണ് നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഭാരങ്ങളുമായിട്ടാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ആ ഭാരമെല്ലാം ദൈവസന്നിധിയിൽ ഇറക്കി വെച്ചിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് തുടങ്ങാം. ഇസ്രായേൽ മക്കൾ പല യുദ്ധങ്ങളും ജയിച്ചത് അവരുടെ കഴിവുകൊണ്ടായിരുന്നില്ല. ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവർക്ക് വലിയ ഭാരമായിരുന്നു. ശത്രുക്കൾ വളരെ എണ്ണം കൂടുതലാണ്. നമ്മുടെ കയ്യിൽ അത്രയും എണ്ണത്തിനുള്ള ആളുകളില്ല യുദ്ധം ചെയ്യുവാൻ. നമ്മുടെ കയ്യിൽ അത്രയും പരാക്രമശാലികളില്ല. എന്നാൽ അപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങൾ സ്തുതിച്ചാൽ മാത്രം മതി. യുദ്ധം യഹോവയ്ക്കുള്ളത്, യഹോവ നമ്മളെ ജയാളികളാക്കും. ഗോഡ് ബ്ലെസ് യു.